നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 1-ാം ക്ലാസ്സിലേക്ക് 3.5 ലക്ഷം കുരുന്നുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുത്തനുടുപ്പും ബാഗും റെയിൻകോട്ടുമൊക്കെയായി അക്ഷരമുറ്റത്തെത്താൻ ഒരു തലമുറ കൂടി തയ്യാറെടുത്തു കഴിഞ്ഞു. അവരെ വരവേൽക്കാൻ സ്കൂളുകളും. സംസ്ഥാനത്തെ LP സ്കൂളുകളെല്ലാം ഉത്സവഛായയിലാണ്. പുതിയ കൂട്ടുകാർക്കുള്ള വരവേൽപ്പ് ഉജ്ജ്വലമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അധ്യാപകരും രക്ഷിതാക്കളും. കാർട്ടൂൺ കഥാപാത്രങ്ങളും ചിത്രശലഭങ്ങളുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന ക്ലാസ് മുറികൾ, പുതിയ ഡെസ്കും ബെഞ്ചും, കുഞ്ഞനുജന്മാർക്ക് കുഞ്ഞു കസേരകളും. പ്രമുഖ പിന്നണി ഗായകൻ PJ ചന്ദ്രനാണ് ഇത്തവണ പ്രവേശനോത്സവ ഗാനം പാടിയത്. ഈ പാട്ടിന്റെ ദൃശ്യാവിഷ്കാരവും പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥും ചടങ്ങിൽ പങ്കെടുക്കും. 1-ാം ക്ലാസ്സിലേക്ക് 3.5 ലക്ഷം കുരുന്നുകളെത്തും. വർണ്ണക്കുടകളടക്കമുള്ള സമ്മാനങ്ങൾ പാട്ടുപാടിയും ബലൂൺ നൽകിയും അക്ഷരകിരീടം അണിയിച്ചുമൊക്കെയാണ് വരവേൽപ്പ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സർവശിക്ഷാഭിയാനും സംയുക്തമായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോമും പ്രവേശന കിറ്റും സർവശിക്ഷാഭിയാൻ നൽകും. റിപ്പോർട്ടർ തിരുവനന്തപുരം. സ്കൂളുകൾ തുറക്കുമ്പോൾ എല്ലാം ഭദ്രമോ എന്നാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് KSTA നേതാവ് ശ്രീ KC ഹരികൃഷ്ണൻ, KSTU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ CP ചെറിയ മുഹമ്മദ്, ഒപ്പം SFI സംസ്ഥാന സെക്രട്ടറി ശ്രീ ജെയ്ക്സി തോമസ് എന്നിവരാണ്. ആദ്യം ശ്രീ KC ഹരികൃഷ്ണനിലേക്ക്. സ്കൂളുകൾ തുറക്കുകയാണ്. പുതുതായി 3.5 ലക്ഷത്തോളം കുരുന്നുകൾ നാളെ സ്കൂളുകളിലേക്ക് എത്താൻ പോവുകയും ചെയ്യുന്നുണ്ട്. പ്രവേശനോത്സവത്തിലൂടെ കൂടുതൽ കുട്ടികളെ സർക്കാർ മേഖലയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരിക എന്ന രീതി ഇത്തവണയും ഉണ്ട്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്താണ് നടക്കാൻ പോകുന്നത്. എന്ത് മാറ്റമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ KC ഹരികൃഷ്ണൻ? പുതിയ ഈ അധ്യയന വർഷത്തിൽ ഇപ്പോൾ നിലവിൽ വന്ന ഗവൺമെൻറ് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പൊതുസമൂഹം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിർദ്ദേശങ്ങളെല്ലാം കാണുന്നത്. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾ, ഏതാണ്ട് 1000-ലധികം വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുമെന്ന പ്രഖ്യാപനം തന്നെ വലിയ പ്രതീക്ഷയാണ് അക്കാര്യത്തിൽ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെയാണ് വിദ്യാലയങ്ങളിലാകെ തന്നെ ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് പരമാവധി കുട്ടികളെ ആകർഷിക്കാൻ ഉതകത്തക്ക രീതിയിൽ എല്ലാ മേഖലയിലും ഒരു ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മറികടക്കാൻ കഴിയണം. SSLC പല പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ് ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയണം. നിലവിൽ ഈ പറയുന്ന 5528 വരുന്ന വിദ്യാലയങ്ങൾ അനാദായകരത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരം വിദ്യാലയങ്ങളിലേക്ക് പരമാവധി കുട്ടികളെ ആകർഷിക്കുകയും ആദായകരം എന്ന രീതിയിലേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല മികവുറ്റതാക്കാൻ ആവശ്യമായ നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. തീർച്ചയായും വലിയ പ്രതീക്ഷ ഈ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രകടന പത്രികയിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം പൊതുവെ പൊതുസമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ മാറ്റമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായും അത് വിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടാകും എന്നാണ് താങ്കൾ പറയുന്നത്. ദയവായി തുടരുക താങ്കൾ ശ്രീ KC ഹരികൃഷ്ണൻ. ശ്രീ CP ചെറിയ മുഹമ്മദ്, കഴിഞ്ഞ കാലത്ത് ഉണ്ടായ തരത്തിലുള്ള പല വിവാദങ്ങളുമൊന്നും ഈ തുടക്കത്തിൽ കാണാനില്ല. പക്ഷേ ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കാം, വരും ദിവസങ്ങളായിരിക്കാം അത് പുറത്തു വരിക. ഇപ്പോൾ KC ഹരികൃഷ്ണൻ പറയുന്നത് ഈ പുതിയ സർക്കാർ വരുമ്പോൾ കാര്യങ്ങളെല്ലാം ഭദ്രമാണെന്നാണ്. അങ്ങനെ ഒരു നിരീക്ഷണമാണോ താങ്കൾക്കുമുള്ളത്? അല്ല, ഈ പറഞ്ഞോളൂ. അല്ല, ഇവിടെ ഭദ്രമാണെന്ന് തന്നെ ഞാനും പറയുന്നത്.
ഈ ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഭദ്രമാണെന്ന് ആ ഭദ്രത തകർക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ 2011 UDF അന്നത്തെ ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എന്തായിരുന്നു? ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നാളെ വിദ്യാലയം തുറക്കുമ്പോൾ ഏറ്റവും അഭിമാനകരമായ ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ ഗവൺമെൻറ്റും പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെയും ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം നടന്ന, ഇവിടെ നേരത്തെ പറഞ്ഞു വിവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞു, വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെട്ടു. വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ എണ്ണം ധാരാളമായി വർദ്ധിച്ചു. അതുതന്നെ കൃത്യമായ പാഠ്യപദ്ധതികൾ സമയത്ത് പാഠപുസ്തകം എത്തിച്ചു എന്ന് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടായതിൻ്റെ ഏറ്റവും മേന്മയാണ്. അതുകൊണ്ട് വളരെ കറക്റ്റായി പറഞ്ഞത്. കാരണം ജൂൺ 1 നാളെ വിദ്യാലയം തുറക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും തുടരുക. SFI സംസ്ഥാന സെക്രട്ടറി ശ്രീ ജേക്ക് സി തോമസ്. ജേക്ക്, ഇപ്പോൾ CP ചെറിയ മുഹമ്മദ് പറയുന്നത് പുതിയ സർക്കാർ വരുമ്പോൾ ആ സർക്കാർ ഒരാഴ്ചയിലേക്ക് എത്തുന്നത് മാത്രമേ ഉള്ളൂ, സ്വാഭാവികമായും ഇടപെടാൻ സമയം ലഭിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ കാര്യങ്ങൾ ഭദ്രമാണ്. അത് കഴിഞ്ഞ UDF സർക്കാർ വിദ്യാഭ്യാസ രംഗം ഭദ്രമാക്കി വെച്ചാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമുണ്ടാകും ഈ LDF സർക്കാരിന് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വാദത്തിൽ എങ്ങനെയാണ് SFIയുടെ പ്രതികരണം? ബഹുമാനപ്പെട്ട മുഹമ്മദ് സാറിനോടുള്ള എല്ലാവിധ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ. കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധപതിച്ചു പോയ, ഏറ്റവും കൂടുതൽ ദുർഗന്ധം വമിക്കുന്ന മേഖല ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അഭ്യസ്ത വിദ്യരായുള്ള എല്ലാവർക്കും ഒരേപോലെ മറുപടി പറയാൻ വേണ്ടി സാധിക്കും. അത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായുള്ള ശ്രീ അബ്ദുൾ റബ്ബ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പായിരുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, കേട്ടുകേഴ്വിയില്ലാത്ത, ദുർഗന്ധം വമിക്കുന്ന കഥകൾക്കും ഏടുകൾക്കും കഴിഞ്ഞ 5 വർഷ കാലഘട്ടം നമ്മുടെ നാട് സാക്ഷിയായി. SSLC റിസൾട്ട് ആവട്ടെ, പാഠപുസ്തക വിതരണമാകട്ടെ, കോഴിക്കോട് MG സർവകലാശാലകളിൽ അരങ്ങേറിയ അക്കാഡമിക വിരുദ്ധ, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളാകട്ടെ, ഇതൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ, കേട്ടുകേഴ്വിയുണ്ടായിരുന്ന വിദ്യാഭ്യാസ ചരിത്രത്തിൽ ലോകമാകെ കേരള മോഡൽ എന്ന് വിളിച്ച് അഭിമാന പുരസ്സരം പ്രഖ്യാപിച്ചിരുന്ന വിദ്യാഭ്യാസ ചരിത്രത്തെ സമാനതകളില്ലാത്ത അപമാനത്തിന്റെ ഏടുകളാണ് കഴിഞ്ഞ 5 വർഷ കാലഘട്ടം സമ്മാനിച്ചത്. അവിടെയാണല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിനിടയിൽ ഏറ്റവും അവസാനം ജൂൺ മാസത്തിൽ പാഠപുസ്തകം ലഭിക്കേണ്ടിയിരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് SFI ആയിരുന്നു പാഠപുസ്തകം കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. അന്ന് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ആ പാഠപുസ്തകം വലിച്ചു കീറിയെറിയുന്നതിന് നമ്മുടെ നാട് സാക്ഷിയായി. സാക്ഷര കേരളം നമ്മുടെ നാടിന് മുമ്പിൽ തലകുനിച്ച അപമാന മുഹൂർത്തങ്ങളാണ് കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിനിടയിൽ സാക്ഷിയായത്. ആ വിദ്യാഭ്യാസ മന്ത്രി ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വോട്ടുകൾക്ക് വിജയിക്കുന്നതിനും നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം സാക്ഷിയായി. ഈ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു മാന്യൻ വന്നു നിന്നിട്ട് ഇതേപോലെ പറയുന്നത് എല്ലാം ഭദ്രമാക്കി വെച്ചിട്ടാണ് UDF ഇറങ്ങിപ്പോയതെന്ന്. എവിടെ ഭദ്രമാക്കി വെച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായും അതാണ് ശ്രീ ജേക്ക് താങ്കളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ശ്രീ CP ചെറിയ മുഹമ്മദിന്റെ മറുപടി ഉണ്ടായിരിക്കും. നമുക്ക് ആ മറുപടിയിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ KC ഹരികൃഷ്ണൻ, ഇപ്പോൾ ഒരുപക്ഷെ വലിയ ആശങ്ക കഴിഞ്ഞ കാലത്തടക്കം ഉണ്ടായത് ഈ പാഠപുസ്തകങ്ങളുടെ വിതരണത്തിന്റെ കാര്യത്തിലാണ്. KBPS എന്തു ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ എന്നത് നമുക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ ഇത്തവണ വലിയ ആക്ഷേപങ്ങളൊന്നും ഉയരുന്നില്ല. കണക്കുകൾ പറയുന്നത് 9-10 ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തക വിതരണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്നതാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ 80% വിതരണം പൂർത്തിയായി എന്ന് KBPS തന്നെ പറയുന്നു. ചെറിയ ക്ലാസ്സുകളിലെ അച്ചടി ഇനി പൂർത്തിയാകാനുണ്ട് എന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ തവണ സംഭവിച്ച ഒരു വലിയ തെറ്റ് അത് തിരുത്തി ഇത്തവണ യഥാസമയം പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മക ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ വലിയ ആശങ്കകളില്ല. പക്ഷേ എന്നാലും ചെറിയ തോതിൽ അപാകതകളുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ജൂൺ പകുതിയോടെ മാത്രമേ പൂർണ്ണ തോതിൽ പുസ്തക വിതരണം നടക്കുകയുള്ളൂ എന്ന്. കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഈ മേഖലയിൽ, ഈ പാഠപുസ്തക വിതരണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം വലിയ വിവാദങ്ങൾക്ക്, അതിൻ്റെ ഭാഗമായിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കേരളം, പാഠപുസ്തകം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട്. ജൂൺ മാസം 1-ാം തീയതി പാഠപുസ്തകം ലഭ്യമാക്കണമെന്ന് അറിയാത്തവരായിരുന്നില്ല ഭരണകർത്താക്കൾ. പക്ഷേ അതിൻ്റെ ഭാഗമായി നടന്ന അഴിമതിയുടെ കഥകൾ നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ആ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
എന്നാൽ ഈ വർഷവും യഥാവസരം കൊടുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഗവൺമെന്റിന് എന്ന് നമ്മൾ കാണേണ്ടതായിരുന്നു. IT പാഠപുസ്തകങ്ങൾ 8, 9, 10 ഒരേ സമയത്ത് മാറുകയാണ്. നിലവിൽ ഒരു ഘട്ടത്തിലും ഈ IT പാഠപുസ്തകങ്ങൾ 8, 9, 10 മാറിയിട്ടില്ല. ആരോട് ചോദിച്ചാലും വ്യക്തമാകും. പക്ഷേ ആ IT പാഠപുസ്തകങ്ങളെ അച്ചടിക്ക് കൊടുത്തത് ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് നന്നായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ അച്ചടി ഇനിയും വൈകും. പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ജൂൺ പകുതിയാവുമ്പോഴത്തേക്കും ഈ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയൂ. മാത്രമല്ല വരാനിരിക്കുന്ന നാളുകളിൽ പാഠപുസ്തകത്തിൻ്റെ അച്ചടി കൊടുക്കേണ്ടത് ജൂലൈ മാസത്തിൽ, ആഗസ്റ്റ് മാസത്തിൽ കൊടുക്കണം. ഇത് പലപ്പോഴായി നൽകുന്നത് ഇതുപോലെ വളരെ വൈകിയാണ്. ആ വൈകി കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത്. അതിനോടൊപ്പം തന്നെ ചില അച്ചടി വകുപ്പുമായി ബന്ധപ്പെട്ട് അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. യഥാർത്ഥത്തിൽ 9, 10 ക്ലാസ്സിൻ്റെ പൂർണ്ണതോതിൽ ഇപ്പോഴും ജൂൺ മാസം 1-ാം തീയതി കുട്ടികൾക്ക് പൂർണ്ണമായി പാഠപുസ്തകം ലഭ്യമാക്കണമെന്നുള്ള കാര്യത്തിൽ ഏകാഭിപ്രായമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്, അധ്യാപകർക്ക്, എല്ലാവർക്കും. അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ട സൂക്ഷ്മത ഇപ്രാവശ്യവും ചില അലംഭാവമുണ്ടായി എന്ന് ഇപ്പോൾ പൂർണ്ണമായും കിട്ടാത്തതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. 9, 10 ക്ലാസ്സിലെ എല്ലാ പാഠപുസ്തകവും മാറുകയാണ്. അതും ചരിത്രത്തിൽ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞല്ലോ, ഭദ്രമാക്കി 9, 10 ക്ലാസ്സിലെ ഒറ്റയടിക്ക് പാഠപുസ്തകം മാറുന്നു. SSLC ഫലപ്രഖ്യാപനത്തിലുണ്ടായ വൈകൃതങ്ങൾ ഇതെല്ലാം നമ്മൾ ഒരുപാട് മാധ്യമ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഈ കേൾക്കുന്ന പൊതുസമൂഹത്തിന് അറിയാവുന്നൊരു കാര്യം, കഴിഞ്ഞ 5 വർഷക്കാലവും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ കാര്യങ്ങൾ ഞാനത് വീണ്ടും ചർവണം ചെയ്യുന്നില്ല. പക്ഷേ വരാനിരിക്കുന്ന നാളുകളിൽ ഒരു വിവാദത്തിന് വേണ്ടിയല്ല ഇതൊന്നും നാം പറയുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുക എന്നുള്ളത് ഏതൊരാളുടെയും താല്പര്യമാണ്. തീർച്ചയായും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ താല്പര്യവും അതുതന്നെയാണ്. അതിനനുസരിച്ച് ഒരു സർക്കാർ പ്രവർത്തിക്കുകയും വേണം. ശ്രീ CP ചെറിയ മുഹമ്മദ്, നേരത്തെ ശ്രീ ജയ്ക്ക് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി ഉണ്ടായിരിക്കും. ഒപ്പം ഇപ്പോൾ ശ്രീ ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ IT പുസ്തകങ്ങളുടെ കാര്യത്തിൽ ചെറിയ കാലതാമസം വന്നിട്ടുണ്ട്. മെയ് 5-ാം തീയതിയാണെന്ന് തോന്നുന്നു ഈ അച്ചടിക്കുള്ള ഓർഡർ ഒരുപക്ഷെ നൽകുന്നത്. അത് ഈ പുസ്തകം അച്ചടിക്കുന്ന കാര്യത്തിൽ കാര്യക്ഷമത വരുത്തിയിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ വലിയ ആക്ഷേപങ്ങളൊന്നുമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ തവണ KVPS അഭിമുഖീകരിക്കേണ്ട വന്ന തരത്തിലുള്ള പ്രതിസന്ധി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കടലാസുകളിടയ്ക്ക് തീർന്നുപോയി എന്ന ഒരു പ്രതിസന്ധി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെയും ആശങ്കയ്ക്കിടയില്ലാത്ത വിധം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. കാരണം കഴിഞ്ഞ സർക്കാരിന് ഒരു വലിയ തെറ്റുപറ്റുകയും അത് ചർച്ചയാവുകയും ചെയ്ത സമയത്ത് തിരുത്താൻ ആ സർക്കാർ തയ്യാറായി. എന്നാൽ അത് വേണ്ടത്ര ഫലപ്രദമായിരുന്നില്ല എന്നുള്ളത് ഈ പാഠപുസ്തക അച്ചടി വൈകുന്നു എന്ന് വരുമ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നില്ലേ? ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ എൻ്റെ SFIയുടെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ എനിക്ക് ശബ്ദത്തിൻ്റെ വ്യത്യാസം വരുന്നുണ്ടല്ലോ, പറഞ്ഞോളൂ. കേരളത്തിൽ 5 വർഷം അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബി അദ്ദേഹത്തിന് ജില്ലയിൽ മത്സരിച്ചല്ലോ പാർലമെന്റിൽ. എത്ര വോട്ടിന് അദ്ദേഹം ജയിച്ചതാണോ തോറ്റതാണോ സുഹൃത്ത് പറയണം. രണ്ടാമത് ഇപ്രാവശ്യം മത്സരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഞാൻ പറയട്ടെ, 2006 മുതൽ 2011 വരെയുള്ള കേരളത്തിൽ 5 വർഷം, എൻ്റെ സുഹൃത്ത് അന്ന് SFIയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 5 വർഷം കേരളത്തിലെ ജനത അനുഭവിച്ച പ്രശ്നങ്ങൾ ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചില്ല. പകരം 2011 UDFിൻ്റെ ഗവൺമെൻറ് വരുമ്പോൾ 3-4 വർഷമായി ശമ്പളം കിട്ടാത്ത അധ്യാപകർ ഒരു ഭാഗത്ത്, ശമ്പളം കിട്ടാത്ത അധ്യാപകർ, പാഠപുസ്തകം ഇല്ല. ജൂൺ കഴിഞ്ഞ്, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചുകൊണ്ട് എല്ലാ DOമാരെയും AEOമാരെയും ഓടിക്കുകയായിരുന്നു എല്ലായിടത്തും പുസ്തകം എത്തിക്കാൻ. എന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഏത് പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യുന്നറിയാം നമുക്ക്? മാറിയ പുസ്തകമാണ്. 9-ലും 10-ലും മാറിയ പുസ്തകം മാർച്ച് മുതൽ വിതരണം തുടങ്ങി. കേരളത്തിൽ ചരിത്രമുണ്ടായിട്ടുണ്ടോ? അതാണ് 90% പൂർത്തിയായി കഴിഞ്ഞു. 90 അല്ല 99. കേരളത്തിൽ 10-ാം ക്ലാസ്സിലെ പുസ്തകത്താത്ത പ്രദേശം ഏതാ ഉള്ളത്? 10-ലെ പുസ്തകം ഈ പ്രാവശ്യം മാറ്റിയതാ. എത്ര 90ഓളം ടൈറ്റിലുകൾ
ഇതൊക്കെ പറയുമ്പോൾ IT പുസ്തകം എത്തിയില്ല. ഇവിടെ നമുക്കറിയാലോ 3,33,00,000 പുസ്തകം കേരളത്തിൽ ഒരു വർഷം കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കുമ്പോഴാണ് IT പുസ്തകം എത്താൻ മെയ് ആയിപ്പോയി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു പുസ്തകത്തിൻ്റെ കാര്യം, അത് അധ്യാപക പരിശീലനമോ? കേരളത്തിൽ അധ്യാപക പരിശീലനം ഇത്ര ഫലപ്രദമായി നടന്നൊരു കാലഘട്ടമുണ്ടോ? അതുകൊണ്ട് നാളെ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഇന്നലെ പഞ്ചായത്ത് തലത്തിലുള്ള ക്ലസ്റ്റർ, ഇന്ന് സ്കൂൾ തലത്തിലുള്ള ക്ലസ്റ്റർ, നാളെ സ്കൂൾ തുറക്കുമ്പോൾ കേരളത്തിൽ ട്രെയിൻഡ് ടീച്ചേഴ്സ് അവർ പൂർണ്ണമായും ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞ ഒരു ചരിത്രം ഒരു കാലത്തുണ്ടായിട്ടില്ല. അതിലുപരിയാണ് ശമ്പളം കിട്ടുന്ന അധ്യാപകർ. നേരത്തെ 2011 സ്ഥിതി എന്താ? 3-4 കൊല്ലമായി ശമ്പളം കിട്ടില്ല. കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മറ്റ് ചാനലുകൾ വാർത്തയാക്കിയില്ലേ? ജയ്ക്ക് തുടരുക, താങ്കളിലേക്ക് എത്താം. അദ്ദേഹം പറഞ്ഞുകൊള്ളട്ടെ. അത് അവസാനിച്ചതിന് ശേഷം ജയ്ക്കിലേക്ക് വരാം. താങ്കൾക്ക് അവസരം നൽകാം. ജയ്ക്ക് തുടരൂ, താങ്കൾക്ക് അവസരം നൽകാം. അദ്ദേഹം പറയട്ടെ. ഞാൻ ഇടപെട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. തീർച്ചയായും താങ്കൾക്ക് പറഞ്ഞു തീർത്തോട്ടെ. പറയാം. അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ രണ്ട് പേര് രണ്ട് ഭാഗത്ത് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഭദ്രമാണ്. മൂന്നാമത് കരിക്കുലം പാഠ്യപദ്ധതി, മതമില്ലാത്ത ജീവൻ. കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ, കേരളത്തിലെ 99% വിദ്യാർത്ഥികൾ വരുന്ന വിശ്വാസ സമൂഹം കേരളത്തിൽ ചോദ്യം ചെയ്തു. പകരമായി 5 വർഷം യാതൊരു വിവാദവുമില്ലാത്ത പാഠ്യപദ്ധതി പരിഷ്കാരം ഇവിടെ -2 മുതൽ +2 വരെ നടപ്പിലാക്കി. VHSCയുടെ അപേക്ഷ പരിശോധിക്കുക നിങ്ങൾ. എത്ര കുട്ടികളാ? 27,000 സീറ്റിലേക്ക് 85,000 അപേക്ഷകൾ ഇന്നലെ വന്നു കഴിഞ്ഞു. കാരണം എന്താ? 25 കൊല്ലമായി മാറാത്ത VHSCയുടെ പരിഷ്കാരം വരുത്തി, പാഠ്യപദ്ധതി മാറ്റി. ഏത് രംഗത്താണ് മാറ്റാത്തത്? കഴിഞ്ഞ 5 കൊല്ലം ഇതുപോലെ പുഷ്കലമായ ഒരു കാലഘട്ടം ഉണ്ടായില്ല. തീർച്ചയായും കാലഘട്ടമായിരുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്നതാണ് താങ്കളുടെ വാദം. ശ്രീ ജയ്ക്ക് അതിനുള്ള മറുപടി ഇനി താങ്കൾക്ക് പറയാം. അതുകൊണ്ട് ആരുടെ പുഷ്കല കാലഘട്ടം എന്നാണ് ഇവർ വീമ്പ് പറയുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ കച്ചവടക്കാരുടെ പുഷ്കല കാലഘട്ടം എന്ന് പറയണം. MABയുടെ തോൽവി ഉൾപ്പെടെയാണല്ലോ പരാമർശിച്ചു തുടങ്ങിയത്. അവിടെ നിന്ന് തന്നെ ആരംഭിക്കാം. 2006-11 കാലഘട്ടത്തിന് ശേഷമാണ് സഖാവ് MABB അതേ കുണ്ട്ര മണ്ഡലത്തിൽ മത്സരിച്ചത്. ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചത്. അതുകൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, നടത്തിയ സേവനത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. പിന്നീട് പുഷ്കല കാലഘട്ടത്തിന്റെ സ്ഥിതിയിലേക്ക് വരാം. ഒന്ന് പരിശോധിച്ച് നോക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയായിരുന്നു ആദ്യമായിട്ട് സെപ്റ്റംബർ മാസം എത്തിയിട്ടും പാഠപുസ്തകം കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയായിരുന്നു? വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചു, എന്ന് പറഞ്ഞ കേരളത്തിന്റെ ആദ്യത്തെ അവസാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും അബ്ദുൾ റബ്ബ്. അത് ചോദിച്ചത് മാധ്യമ പ്രവർത്തകരാണ്. അവർക്ക് ആ ചരിത്രം നല്ലവണ്ണം ഓർമ്മയുണ്ടാകും. പിന്നീട് എവിടെയായിരുന്നു നമ്മുടെ അക്കാഡമിക് മികവ് കൊണ്ട് കേരളത്തിലെ ലോകത്തിലെ തന്നെ മാതൃകയാക്കാവുന്ന സർവകലാശാലകളായി ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട് മാറിയല്ലോ. ഡോക്ടർ രാജൻ ഗുരുക്കളും ഡോക്ടർ മൈക്കിൾ തരകനും അടങ്ങുന്ന നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ പണ്ഡിതന്മാർ, അക്കാഡമിഷ്യന്മാർ ഇരുന്ന VC-കളുടെ കസേരകൾ ആർക്കായിട്ടാണ് നിങ്ങൾ പതിച്ചു നൽകിയത്? നിങ്ങൾ ആദ്യം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോഴിക്കോട് സർവകലാശാല VC ആക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ? ആളിക്കത്തുന്ന സമരം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോഴല്ലേ ആ സ്ഥാനത്ത് നിന്ന് പിന്നാറിയത്? പിന്നാലെ വന്ന കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ എന്തൊക്കെ ചെയ്തു? കോൺഗ്രസിന്റെ അനുകൂല അധ്യാപക സംഘടനകൾ തന്നെ സർവകലാശാലകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരത്തിനിറങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തിയില്ലേ? MG സർവകലാശാലയിൽ ഗവർണർ ആദ്യമായിട്ടൊരു സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തെ മാറ്റിയെടുത്ത് താര അത് കേരളത്തിലെ LDF ഇടതുപക്ഷ ജനാധിപത്യ സഖ്യമായിരുന്നോ? തീർച്ചയായും ഇത്തരം ചോദ്യങ്ങളാണ് ജയ്ക്ക് ചോദിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരം ഇടപെടലുകളെ ജയ്ക്ക് തുറന്നു കാണിക്കുന്നു. താങ്കൾ ദയവായി തുടരുക, നമ്മൾക്ക് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ശ്രീ KC ഹരികൃഷ്ണൻ, ഇപ്പോൾ സൂചിപ്പിച്ച തരത്തിൽ പാഠപുസ്തക അച്ചടി വിതരണം അതുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനുമപ്പുറം ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന, പൊതുവിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുമുണ്ട്. നാളെ സ്കൂൾ തുറക്കുകയാണ്. ഒരുപക്ഷെ പുതിയ സ്വപ്നങ്ങൾ കണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുമ്പോഴാണ് പൂട്ടിപ്പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പൂട്ടിപ്പോയ ചില സ്കൂളുകളിലെ കുരുന്നുകളുടെ കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മലാപ്പറമ്പ് എന്നത് കേരളത്തിന് മുന്നിൽ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ പ്രതീകം. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂട്ടിപ്പോയ ഒരു സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ, അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നതാണ്, അപ്പോഴാണ് ആ സ്കൂള് പൂട്ടിപ്പോകുന്നത്. ഇങ്ങനെ നിരവധി സ്കൂളുകൾ പൂട്ടലിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്നു. വിദ്യാഭ്യാസ നിയമത്തിലെ ചട്ടങ്ങളുടെ പേര് പറഞ്ഞാണ് ഈ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ പൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഭദ്രമാണോ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ഇത്തരം പ്രതിസന്ധിക്ക് എന്തു പരിഹാരം വേണം എന്നുള്ളതും സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ടതല്ലേ? ഞാൻ ആ വിഷയം ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇത്തരം കാര്യങ്ങൾ
പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായത് അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത്ര മോശം പറയാത്തത്. അപ്പോൾ ആ മോശങ്ങളൊന്നും ഞാൻ പറയാം. ഞാൻ ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ച മലാപ്പറമ്പ് പോലുള്ള 4 വിദ്യാലയത്തിൻ്റെ കാര്യം പറയാം. അവിടെ നമ്മുടെ സുഹൃത്തിരിക്കുന്നു. അടച്ചു പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ എന്തേ ഗവൺമെൻറ് ഒരു അപ്പീൽ കൊടുക്കാതിരുന്നത്? മന്ത്രി ഇതിൻ്റെ ഭാഗമായി വക്കീൽമാർ, നമ്മുടെ ഗവൺമെൻറ് വക്കീൽമാർ ഇത് പൂട്ടാൻ പാടില്ല, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പം മലാപ്പറമ്പ് സ്കൂള് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ദിവസത്തിൻ്റെ രാത്രിയാണ് JCB വെച്ച് പൊളിച്ചത്. ബഹുമാനപ്പെട്ട പ്രദീപ് കുമാർ MLA യും അതുപോലെ പൊതുസമൂഹവും SFI ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് കാശ് പിരിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്, അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കിയത്. അത് അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് നിലവിലുള്ള KERന്റെ വ്യവസ്ഥ മാറ്റുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ഗവൺമെന്റ് എന്താ തയ്യാറാവാതിരുന്നത്? തുടർച്ചയായി വരികയാണ്. 24 വിദ്യാലയങ്ങൾ കൂടി അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ മാനേജർമാർ ഭൂമാഫിയകളെയും കൂടി ഉപയോഗിച്ചുകൊണ്ട്, കഴിഞ്ഞ ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാര്യം ചെയ്തിട്ടുള്ളത്. ഭൂമാഫിയാണ് അതിന്റെ പ്രധാനപ്പെട്ട പിന്നിൽ. മലാപ്പറമ്പിന്റെ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ. ഭൂമാഫിയക്ക് വേണ്ടി ഈ ഗവൺമെന്റ് അതിന്റെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ഇപ്പൊ വന്ന ഗവൺമെന്റ് കാര്യം നോക്കൂ. അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ചെറിയ പഴുതുണ്ടായപ്പോൾ ലോ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ സമർപ്പിച്ചല്ലോ. അപ്പീൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു പൂട്ടാൻ പാടില്ല, ഒരു ഗവൺമെന്റ് നയം വ്യക്തമാക്കി. മലാപ്പറമ്പ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ മന്ത്രി ഭരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ലീഗ് MLA ആയിട്ടുള്ള സ്ഥലമല്ലേ? ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പൂട്ടുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഇടപെടാതിരുന്നത്? ഈ ഗവൺമെന്റ് പറഞ്ഞു ഒരു വിദ്യാലയവും അടച്ചുപൂട്ടില്ല. ഒരു വിദ്യാലയം അടച്ചുപൂട്ടുന്നത് ഈ സർക്കാരിന്റെ നയമല്ല, പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുകയാണ് ഈ സർക്കാരിന്റെ നയം. അതുകൊണ്ടാണ് കേസിന് പോകാൻ തയ്യാറായത്. അതുകൊണ്ട് ഈ കേൾക്കുന്ന നമ്മുടെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഈ ഗവൺമെന്റും ഞാൻ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും ഉള്ളിടത്തോളം കാലം ഈ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ എന്ത് വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യും. CP ചെറിയ മുഹമ്മദ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു വസ്തുതയുണ്ട്. ഒരുപക്ഷെ സർക്കാരിന് അന്ന് ഈ മലാപ്പറമ്പുമായി ബന്ധപ്പെട്ട അപ്പീൽ പോകാൻ കഴിയുമായിരുന്ന സ്ഥിതി ഉണ്ടായിട്ടും അത് പോയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ സർക്കാർ വരുമ്പോൾ ഒരു പഴുത് കിട്ടിയപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയാണ്, എന്നിട്ട് അവിടെ നിലപാട് വ്യക്തമാക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. കാരണം ഇപ്പോഴും പൂട്ടലിന്റെ വക്കീൽ 1000-ഓളം സ്കൂളുകളുണ്ട്. സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുത്താൽ മറ്റു സ്കൂളുകൾക്കും അത് ബാധകമാക്കേണ്ടി വരും. ചട്ടങ്ങൾ ഭേദഗതി ചെയ്താൽ അതൊക്കെയും ആകെ കൂടി സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം വിശാലമായി ഉൾക്കൊള്ളുന്ന തരത്തിൽ ഈ സ്കൂളുകൾ എന്തുകൊണ്ട് പൂട്ടേണ്ടി വരുന്നു? കുട്ടികൾ അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നാം ഒരു ഭേദം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആദായകരം അനാദായകരം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സങ്കല്പനങ്ങളൊക്കെ മാറണം. അതുവഴി അതൊക്കെ ഉടച്ചു വാർത്തുകൊണ്ട് പുതിയൊരു നയരൂപീകരണം സാധ്യമാണോ കേരളത്തിൽ ഇന്ന്? തീർച്ചയായും ഒരു പുതിയ നയസമീപനം തന്നെ വേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ മലാപ്പറമ്പ് സ്കൂൾ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ കിനാലൂരാണ് തൃശ്ശൂർ ജില്ലയിൽ മറ്റൊരു സ്കൂൾ താഴിട്ട് പോയത്. അപ്പോൾ ഈ സ്കൂളിനൊക്കെതിരെ അന്ന് ഗവൺമെൻറ് കോടതികൾ വാദിച്ചിട്ടുണ്ട്, നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് KERൽ മറ്റുള്ള ചട്ടത്തിൻ്റെ ഭാഗമായി മാനേജർമാർക്ക് ചില പ്രത്യേകമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടതി ഇടപെട്ട്, അത് KER ചട്ടങ്ങളാണ് അടിയന്തരമായി വേണ്ടത്. KERലെ ഇത്തരം അധ്യായം, കാരണം ഒരു വർഷത്തെ നോട്ടീസ് കൊടുത്താൽ ഏത് മാനേജർക്കും സ്കൂൾ പൂട്ടാൻ അനുവാദം കൊടുക്കുന്ന, സൗകര്യം കൊടുക്കുന്ന നിയമം, ആ നിയമത്തിൻ്റെ ഭേദഗതിയാണ് ഏറ്റവും അനിവാര്യമായി വേണ്ടിയിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുപോലെ ഒരു സ്കൂൾ അടച്ചുപൂട്ടാനും ഗവൺമെൻറ് സമ്മതിച്ചിട്ടില്ല. കോടതിയിലൂടെ വന്ന് അവസാനത്തെ കോടതിയുടെ വിധിയിലൊക്കെ അറ്റ് എനി റേറ്റ്, അറ്റ് എനി കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഉത്തരവിന് മുമ്പിൽ ഗവൺമെന്റിന് ഒരു നിലപാടെടുക്കാൻ കഴിയാത്തതുകൊണ്ട്, എന്നിട്ട് പോലും അവിടെയും DPAയും AEOയും ഒക്കെ ഇടപെട്ടുകൊണ്ട് പൂട്ടാതിരിക്കുകയാണ് ചെയ്തത്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സബ് ജില്ലയിലെ മാങ്ങാട്ടുമുറി സ്കൂളായിരുന്നാലും ശരി, തൃശ്ശൂർ ജില്ലയിലെ കിനാലൂർ സ്കൂളായിരുന്നാലും ഈ മലാപ്പറമ്പ് സ്കൂൾ ഉൾപ്പെടെയുള്ള, ഞാൻ പറയട്ടെ ഒരു കാര്യം, കേരളത്തിൽ ഒരു വിദ്യാലയവും ഒരു കുട്ടിയെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ കൂട്ടാൻ പാടില്ല എന്നുള്ള നിലപാട് താങ്കൾ ഉയർത്തി കാണിക്കുന്നത്. സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. ശ്രീ ജയ്ക്ക് ഒറ്റ വാക്കിൽ താങ്കളുടെ പ്രസ്ഥാനത്തിന് ഇക്കാര്യത്തിലുള്ള നിലപാട് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നേരത്തെ SFI പറയാനുള്ള മാന്യത കാണിച്ചത് സന്തോഷം. എന്തായാലും മലാപ്പറമ്പും മങ്ങാട്ടിടവും അടക്കമുള്ള ഒരു സ്കൂളുകളും ഇതൊക്കെ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ എന്തെടുക്കുകയായിരുന്നു UDFന്റെ സർക്കാർ?
AEOമാരെ കൂട്ടാൻ വേണ്ടി അവിടെ വന്നപ്പോൾ ആരാ സമരം ചെയ്ത് ആ AEOമാരെ പറഞ്ഞയച്ചത്? അവിടുത്തെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലായിരുന്നോ? മലാപ്പറമ്പ് സ്കൂൾ പൊളിച്ചു കളഞ്ഞപ്പോ 1 2 അല്ല 1.5 ലക്ഷം രൂപയാണ് കേരളത്തിന്റെ കലാലയങ്ങളിൽ നിന്ന് സ്വരൂപിച്ചിട്ട് ആ സ്കൂളിന്റെ കെട്ടിട പണിയാണ് ഞങ്ങൾ സമാഹരിച്ചു കൊടുത്തത്. അവിടെ സഖാ പ്രദീപ് കുമാർ MLA മുൻ SFIയുടെ നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. എവിടെയായിരുന്നു നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ച ഈ മഹാന്മാരൊക്കെ എവിടെയായിരുന്നു? അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എല്ലാം ശരിയാക്കാൻ വേണ്ടി കരുത്തും ത്രാണിയുമുള്ള ഒരു സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നിലപാടെടുത്ത് പ്രാവർത്തികമാക്കാണ്ട് ഒരു ഘട്ടത്തിലും അത് പ്രാവർത്തികമാക്കാതെ ഭൂമാഫിയയ്ക്ക് വേണ്ടി തന്നെ സർക്കാർ സ്കൂളുകൾ പൊളിച്ചു കളയാൻ വേണ്ടി ഒത്താശ കൊടുത്ത ഒരു സർക്കാർ തീർച്ചയായും അതായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ നയം. എന്നാൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പ്രവർത്തകർ ഉണ്ടാവുകയില്ല എന്നാണ് SFIയും നിലപാട് വ്യക്തമാക്കുന്നത്. നാളെ സ്കൂളുകൾ തുറക്കാനിരിക്കുന്നു. കേരളീയ പൊതുവിദ്യാഭ്യാസ മേഖല ഒരുപക്ഷെ നേരിടുന്ന ചെറിയ ആശങ്കകൾ ഒരുപക്ഷെ ഇവിടെ പലരും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ക്രിയാത്മക ഇടപെടലുകൾ ഭരണകൂടം നടത്തുമെന്നാണ് കരുതേണ്ടത്. വളരെ നന്ദി വിഷയത്തിൽ പ്രതികരിച്ച ശ്രീ KC ഹരികൃഷ്ണൻ, ഒപ്പം ശ്രീ CP ചെറിയ മുഹമ്മദ്, ശ്രീ JC തോമസ്. ബിഗ് സ്റ്റോറി പൂർത്തിയാവുകയാണ്. നമസ്കാരം.